തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ചതുകൊണ്ട് ഹിരണ്യകശിപുവിന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് എന്തെന്നില്ലാത്ത പകയായിരുന്നു. ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അസാധാരണമായ ഒരു വരം വാങ്ങി 3 ലോകങ്ങളും അടക്കി വാണു. അവിടെ വിഷ്ണു നാമജപം നിരോധിച്ചു. അതിനു പകരം എല്ലാവരും ഹിരണ്യനാമം ഉച്ചരിക്കുന്നത് നിർബന്ധമാക്കി. അങ്ങനെയിരിക്കെ ഹിരണ്യകശിപുവിന് ഒരു മകൻ ജനിച്ചു. അവന് പ്രഹ്ലാദൻ എന്ന് പേരിട്ടു. ശുക്രാചാര്യരാണ് അവന് വിദ്യാരംഭം കുറിച്ചത്. ഹിരണ്യായ നമ എന്ന നാമം ചൊല്ലിക്കൊടുത്തപ്പോൾ അവൻ ശ്രീനാരായണായ നമ എന്നാണ് ഉച്ചരിച്ചത്. ശുക്രാചാര്യർ എത്ര ശ്രമിച്ചിട്ടും അവൻ അത് തിരുത്തിയില്ല. പ്രഹ്ലാദൻ സഹപാഠികൾക്കും നാരായണ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. തൻ്റെ മകൻ വിഷ്ണുഭക്തനായാണ് വളരുന്നതെന്ന് അറിഞ്ഞതോടെ ഹിരണ്യകശിപു കോപാകുലനായി. കഠിനമായി ശിക്ഷിച്ചിട്ടും പ്രഹ്ലാദന് മാനസാന്തരമുണ്ടായില്ല. ഒരിക്കൽ കോപാന്തനായ ഹിരണ്യകശിപു എവിടെ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചു. അങ്ങയിലും എന്നിലുമെല്ലാമുള്ളത് നാരായണമൂർത്തിയാണ്. സർവ്വവ്യാപിയും എല്ലാവരാലും ആരാധ്യനുമായ നാരായണൻ തൂണിലും തുരുമ്പിലുമുണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ട് ഈ തൂണിലുമുണ്ടോ നിന്റെ നാരായണൻ എന്ന് പരിഹാസത്തോടെ ചോദിച്ച ഹിരണ്യകശിപു അടുത്തുള്ള തൂണിൽ ആഞ്ഞു ചവിട്ടി. അതനങ്ങിയില്ല. പിന്നീട് അതിൽ വെട്ടി. ഉടൻ കരിങ്കൽ തൂണ് പിളർന്നു വീണു. ഭീമാകാരമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അതായിരുന്നു നരസിംഹം.